ഗായ്സ് ഈ ഒരു സാധനം കണ്ട ഇതിന്റെ പേരാണ് ഊബ്ലക്ക്. നമ്മൾ അങ്ങോട്ട് പ്രഷർ അപ്ലൈ ചെയ്താൽ അത് ഇതേപോലെ കല്ല് പോലെയാവും. നമ്മൾ പ്രഷർ റിലീസ് ചെയ്താലോ അത് ഇതുപോലെ വെള്ളം പോലെയാവും. സംഭവം കൊള്ളാല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം ഗായ്സ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈ കോൺഫ്ലോർ ആണ് ഗായ്സ്. അപ്പോൾ നമ്മൾ പാത്രത്തിലുണ്ട്. ഇനി കോൺഫ്ലോർ മൊത്തം നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഗായ്സ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളട്ടാ. അമ്മ എന്തോ ഒരു ആവശ്യത്തിന് വാങ്ങിയ കോൺഫ്ലോറാണ്. ഇതെങ്ങനെ ഞാൻ തീർത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ തീർക്കും. അതുകൊണ്ട് കുറച്ച് ബാക്കി വയ്ക്കാമല്ലേ? മതി, ഇത്ര ബാക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് അലമ്പാക്കരുത്. ഒരു കുഴമ്പ് പരുവത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ച് സെറ്റാക്കി എടുക്കാൻ. എന്താ ഈ ഒരു പരുവം. ഇതിപ്പോൾ കാണാൻ വെള്ളം പോലെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഒന്ന് കോരി എടുക്കാന്നൊക്കെ നമ്മൾ വിചാരിച്ച് കോരി എടുക്കാൻ ചെന്നാലോ ആള് ഇതാ കട്ടേ. നമ്മളങ്ങോട്ട് ബലം കൊടുത്താൽ ആളും ബലം പിടിക്കും, നമ്മൾ ബലം വിട്ടാലോ ആളും ബലം വിടും. നമ്മൾ കുറച്ച് കോരി ഇങ്ങോട്ട് എടുക്കാനായിട്ട് നോക്കി കഴിഞ്ഞാണ്ടല്ലോ കൂടെ പോരില്ല, ഭയങ്കര ജാട. ഒടുക്കത്തെ ബലം എടുത്താ എന്നാൽ നമ്മൾ വിട്ടാലോ അപ്പോൾ അതാ വെള്ളം പോലെ പോയി. ഇതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? ബാ പറഞ്ഞുതരാം. ഇതൊരു നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. എന്ന് വെച്ചാൽ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡ്സിനാണ് നമ്മൾ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് ഫോഴ്സിനനുസരിച്ച് ഇതിന്റെ വിസ്കോസിറ്റി ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ സാധനം നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്കാവും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് വർക്കായില്ലെന്ന് താഴെ കമന്റ് ചെയ്യട്ടാ.